ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കുക. ഇന്നത്തെ വീഡിയോ പറയുന്നത് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ ആണല്ലോ ഉണ്ടാവുക. ഇതിപ്പോൾ വൈകുന്നേരത്തെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതാട്ടോ മക്കളെ മദ്രസ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ എന്നത്തെയും പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചു. ഇനിയിപ്പോൾ എന്താണ് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ മുട്ട ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് തിളച്ചായും കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് മുട്ട തേങ്ങ അരച്ചിട്ട് മുട്ടക്കറിയും അതേപോലെ ഓട്ടടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനേക്കുള്ള കറി ഫസ്റ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കറി ഫസ്റ്റ് അങ്ങോട്ട് ആക്കി വെച്ചാൽ നമുക്ക് എന്താ പറയുക കടി ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വന്ന് അങ്ങനെ ചായ കുടിച്ച് പോകാമല്ലോ. ഇനി അതല്ല തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരം തന്നെയാണ് കേട്ടോ. എന്താ പറയുക നമുക്ക് അത്രത്തോളം ഒരു പണികൾ അങ്ങോട്ട് കുറഞ്ഞിട്ടണ പോലെ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിക്ക് പറ്റിയ കറികളൊക്കെ തലേ ദിവസത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം പിന്നെ കടി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇന്നിപ്പോൾ എന്തായാലും കടിയും കറിയും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടക്കറിക്കുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു വിസിലോ 2 വിസിലോ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ കറിയാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാക്കുന്ന അടുത്ത പരിപാടി അരി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഓട്ടടയാണ്. ഓട്ടട ചിലപ്പം നന്നാവും ചിലപ്പോൾ നന്നാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഓട്ടട ചുടുമ്പം എനിക്ക് ഇത് ചുടുമ്പോൾ ഓർമ്മ ആവുക നോമ്പിനാണ് കേട്ടോ. നോമ്പിന് ഞാൻ ഒറ്റ വട്ടമാണ് ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഇത് നന്നായിട്ടില്ല കേട്ടോ. അന്ന് ഞാൻ വിചാരിച്ചത് ഇനി ജന്മത്തിൽ ഞാനിത് ചുടൂലാന്ന്. പക്ഷെ നോമ്പൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയാൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും ഇതിനിപ്പോൾ ദോശയാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയും കൊണ്ട് നിൽക്കുമ്പോൾ അത് നന്നാവാതായാൽ പിന്നെ നമുക്ക് പിരാന്ത് പിടിക്കില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ദോശയൊക്കെ ഉണ്ടാവില്ല ചിലപ്പം ചട്ടിയിൽ നിന്ന് കിട്ടാതെ ഒട്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പം തന്നെ പിരാന്ത് പിടിക്കുക. അപ്പം ഞാനിതാ ഓട്ടടക്കുള്ള മാവ് ചോറും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ശീലം എന്ന് വെച്ചാൽ ഇങ്ങനെ പെരങ്ങി വീട് വൃത്തികേടായിട്ട് നിൽക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതിനിപ്പം എങ്ങനത്തെ ഇപ്പോൾ ഷെഡായാലും നമ്മൾ എങ്ങനത്തതാണെന്നുണ്ടെങ്കിലും നമുക്കുള്ളത് നമ്മൾ എത്രത്തോളം വൃത്തിയിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടെടുക്കണം എന്നുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടം. അവിടെ ഇവിടെയൊക്കെ വലിച്ച് വാരിയിട്ട് അവിടെ ഇവിടെയും സാധനങ്ങളും അങ്ങനെ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതാണ് ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് അവിടെ അടുപ്പിൽ എന്തെങ്കിലും വേവുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിലപ്പോൾ അവിടെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അത്രക്കും എനിക്കിഷ്ടമല്ല അങ്ങനെ ആകെ പെരങ്ങി നിൽക്കുന്നത്. പിന്നെ പറഞ്ഞാൽ സ്കൂളും മദ്രസയും എല്ലാം കൂടായിട്ട് തിരക്ക് പിടിച്ച ആ ഒരു സമയങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തികേടായിട്ട് ഉണ്ടാവുക. അല്ലാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക വലിച്ച് വാരി ഇടുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. മാക്സിമം പറ്റും പോലെ അത് ക്ലീനാക്കി കൊണ്ടുപോയി നടക്കലുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് കിച്ചണിൽ വരാൻ തന്നെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചോറൊക്കെ വേവിച്ച് കഴിഞ്ഞ് വേഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കി അതേപോലെ തന്നെ ഒന്ന് അടിച്ചൊക്കെ വാരി പാത്രമൊക്കെ കഴുകിയൊക്കെ ഒന്ന് വെച്ചൊക്കെ ഇതാക്കി കിടന്നിട്ട് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലേ. നമ്മൾ ആ ഒരു മടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ചടപ്പോ ഒന്നും നമുക്ക് തോന്നൂല. പക്ഷെ നേരെ മറിച്ച് അതൊന്നും ചെയ്യാണ്ട് ഇട്ടിട്ട് പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എണീച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കൂലേ. അപ്പോൾ നമ്മൾ തലേ ദിവസവും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റന്നത്തേക്ക് അത്രത്തോളം നമുക്ക് നല്ലൊരു എനർജിയാണ്. നമ്മളെ പണികളും അത്രയും എളുപ്പത്തിലൊക്കെ ഒന്ന് കുറഞ്ഞൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ചെറിയൊരു ടിപ്പുകൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരവും കാര്യങ്ങളൊക്കെ വേണ്ടേ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ വീടുകളൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് അല്ലേ. ഓട്ടടേൻ്റെ മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ്
കറി ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പം കറി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായി. പിന്നെ അതിലേക്ക് അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഞാൻ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിട്ട് കറിവേപ്പില സത്യം പറഞ്ഞാൽ പറിക്കാനൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ, അതിലിങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ചില സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടണം എന്ന് വല്ലാണ്ടൊരു നിർബന്ധം പോലെ ഇങ്ങോട്ട് നമുക്ക് തന്നെ തോന്നുമല്ലോ ഒന്ന് വാണേനു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഓടിപ്പോയിട്ട് പറിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ എന്താ പറയുക, അതൊക്കെ ഒന്ന് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് അതും കൂടെ എണ്ണയിലിട്ടൊന്ന്, പിന്നെ അത് വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വാട്ടി അങ്ങോട്ട് എടുക്കുക. പിന്നെ അതിലേക്കുള്ള പൊടികളായിട്ട് കുറച്ച് മുളകും പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ചിക്കൻ മസാല ഒക്കെ ഒന്ന് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് മുട്ട ഇട്ടിട്ട് തേങ്ങ ഒന്ന് അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കാണിക്കുന്നതാണ്, പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പം ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അങ്ങനെ കറി ഞാൻ ഈ അടുപ്പത്തു നിന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിളച്ചതിൻ്റെ ശേഷം അത് ഓഫാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വേഗം എന്താണ് കടി ചുടൽ തുടങ്ങട്ടെ. ഇനിയിപ്പോൾ ഓട്ടോടെ ചുടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് വോയിസ് കൊടുക്കാൻ ഞാൻ നല്ലോണം ഇടങ്ങാറാകുന്നുണ്ട്. സാധാരണ ഞാൻ നാസിമോനൊക്കെ ഉറങ്ങുന്ന സമയത്ത് പകലാണെന്നുണ്ടെങ്കിലും കുളിപ്പിച്ചിട്ടൊക്കെ ഓനെ കുറച്ച് നേരം ഞാൻ ഉറക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് വന്ന് വോയിസ് ഓവർ കൊടുക്കുക. ഇന്നിപ്പം എന്തൊക്കെ കാട്ടിയിട്ടും ഉറങ്ങണില്ല. എനിക്കാണെങ്കിൽ നമുക്ക് സാധാരണ ലോങ് വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് നമ്മൾ 7 മണിക്കാണല്ലോ, വൈകുന്നേരം 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം എന്താണ് ആ ഒരു സമയമാകുമ്പോഴത്തേക്കൊക്കെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണമല്ലോ. എന്നാണെങ്കിൽ എനിക്ക് ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ വോയിസൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് മക്കൾ ഓരോ ഭാഗത്തുനിന്നും വല്ലാണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് കേട്ടോ. അവരോട് എത്ര തന്നെ മിണ്ടാണ്ട് നിൽക്കുമെന്ന് പറയുമ്പോഴും അവർക്ക് കുറച്ച് അങ്ങോട്ട് കൂടുകയാണ് കേട്ടോ. അങ്ങനെയാണല്ലോ കുട്ടികൾ, നമ്മൾ ചെയ്യല്ലേ അല്ലെങ്കിൽ ഇതാക്കല്ലേ എന്ന് പറയുന്നത് ചെയ്യാനായിരിക്കുമല്ലോ കുറച്ചുകൊണ്ട് കൂടുതൽ. അതുകൊണ്ട് ചിലപ്പം അങ്ങനെ ഇങ്ങനെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ ഓട്ടട കറി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഇപ്പുറത്തുനിന്ന് വേഗം ഓട്ടട ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നാസിമോൻ്റെ കരച്ചിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറെ ഒന്നിനല്ല കേട്ടോ, ഓട്ടടക്ക് കറി കൂട്ടിയിട്ട് കഴിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അത് വേണ്ട, പഞ്ചസാര വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഇളക്കാണ് കേട്ടോ. ആ ഒരു ഇളകിയിട്ടുണ്ടായിരുന്നത് കറി വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നുണ്ടായത്. എന്തായാലും ഞാൻ ഓനക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര അധികം നല്ലതൊന്നുമല്ല, എന്നാലും കുറേ ഒരുപാട് അങ്ങനെ കോരിയിട്ടിട്ട് കഴിക്കുന്നില്ല കേട്ടോ. ആ ചോദിക്കുമ്പോൾ ഒരു ഇത്തിരി ആ ഒരു പ്ലേറ്റിലൊന്ന് കണ്ടാൽ മതി, എന്നാലും നല്ലതൊന്നല്ല എന്നറിയാം. എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ ഓട്ടട അടുത്തതും അതിലൊഴിച്ചിട്ടാണ് കേട്ടോ അപ്പം റൂമൊന്ന് വൃത്തിയാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറയൽ, നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളെ വീട്ടിലത്തെ ഏതെല്ലാം ഭാഗങ്ങളിൽ എത്തിയിട്ടൊന്ന് നമുക്ക് നമ്മളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലികളോ വൃത്തിയാക്കാനോ ഒക്കെ ഉള്ളത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം എളുപ്പത്തിൽ നമ്മളെ പണികൾ കഴിഞ്ഞു കിട്ടും കേട്ടോ. കാരണം ഇതിപ്പോൾ കടികൾ മൊത്തം ചുട്ട് തീർന്നിട്ട് നമ്മൾ എല്ലാം അവിടെ നിന്ന് അങ്ങനെ ചുടുന്ന ആ ഒരു സമയം കൊണ്ടേ ചിലപ്പോൾ അത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് അങ്ങോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും എളുപ്പം കഴിയുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ഓട്ടട അതിൽ ഒഴിച്ചിട്ട് തീയൊന്ന് മൊത്തം നമ്മൾ ഇതാക്കി വെക്കൂലല്ലോ, ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഓട്ടടയൊക്കെ ചുട്ടെടുക്കുക. അപ്പം ഞാൻ ഓട്ടട ചുടുന്ന ഇടയിൽ പോയിട്ട് 2 റൂമും ഒന്ന് ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി റൂമും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും അടിച്ചു വാരിയിട്ടില്ലെങ്കിലും എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമുക്ക് കുറേ ഒരു സമാധാനമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അതിൻ്റെ ഇടയിൽ തന്നെ ഓട്ടട ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചായ കുടിയും കഴിഞ്ഞപ്പോഴത്തേക്കും മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കും ചായ കൊടുത്തു, ഞാനും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായി. പിന്നെ വേഗം തീയൊക്കെ കത്തിച്ചൊന്ന് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക വേഗം അടിച്ചു വാരാൻ നിൽക്കുക. ഈ അടിച്ചു വാരലും പാത്രം കഴുകലും അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി നിൽക്കും. ഇന്ന് വിചാരിച്ചു ചോറും കറി ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് കേട്ടോ. ഓരോ ദിവസത്തെ ഓരോരോ തോന്നലുകളായിരിക്കും കേട്ടോ. എനിക്കെന്നല്ല, ചിലപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ വിചാരിക്കും അടിക്കൽ തുടക്കൽ അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ട് ചോറും കറി ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന്. ചിലപ്പോൾ വിചാരിക്കും ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് അടിക്കലും തുടക്കലൊക്കെ നിൽക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനെയാണ് എൻ്റെ വിചാരണ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കറിക്ക് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒന്ന് ഇതാവണ ആ ഒരു സമയം കൊണ്ട് വേഗം കുറച്ച് ഇംഗ്ലീഷ് ചീരേൻ്റെ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇതിന് ഇംഗ്ലീഷ് ചീര, മൈസൂർ ചീര എന്നൊക്കെയാണ് പറയുക.
ചീമക്കൊന്നേൻ്റെ ഇല പോലെയുള്ള ആ ഒരു ചീരയല്ലേ, അതാണ് കേട്ടോ ഞാൻ നട്ടു വെച്ചതായിരുന്നു. നമ്മളിവിടെ വേലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ കുത്തി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഒരു ഉപ്പേരിക്ക് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വേഗം അതൊക്കെ ഒന്ന് പോയി പറിച്ചു കൊണ്ടുവന്നിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലേ ഷോർട്ടിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു ചപ്പ് അരിയണത് പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ ആയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങച്ചപ്പ് അരിഞ്ഞിടുമോ എന്നുള്ളത്. മുരിങ്ങച്ചപ്പ് സാധാരണ നുള്ളി അങ്ങനെ ഓരോരോ ഇലയായിട്ട് നുള്ളി ഇടുകയൊക്കെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഞാൻ എളുപ്പപ്പണിക്ക് ചിലപ്പോൾ എന്താക്കുമെന്ന് അറിയോ, അതിനെങ്ങനെ മെല്ലെ ഊരി എടുത്തിട്ട് ഒന്ന് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അരിഞ്ഞൊക്കെ ഇടും കേട്ടോ. എനിക്ക് അങ്ങനെ വലിയൊരു കയ്പോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓരോന്നോരോന്ന് പറിച്ചിടാനുള്ള ക്ഷമയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കൈകൊണ്ട് ചെറിയ ആ ഇതളിൽ നിന്ന് ഇങ്ങനെ ഇലകൾ ഊരിയെടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കത്തിയും കൊണ്ട് ഒന്നങ്ങോട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞങ്ങോട്ട് ഇട്ടൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. എളുപ്പപ്പണിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ ആയത്. ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതിൽ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ചിലപ്പം ചില കമൻറ്റിനൊക്കെ റിപ്ലൈ നമ്മൾ ഈ ഒരു വോയിസിലൂടെ തന്നെയാണ് പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ വോയിസിലൂടെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരിക. മറ്റേതാകുമ്പോൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കാൻ ചിലപ്പോൾ മടിയാവും കേട്ടോ. എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും കമൻറ്റ് ഇടാണ്ടൊന്നും നിൽക്കല്ലേ കേട്ടോ. നിങ്ങളെ കമൻറ്റും ലൈക്കൊക്കെ കാണുമ്പോൾ തന്നെയാണ് നമുക്കൊരു സന്തോഷം ഒരു പ്രോത്സാഹനമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേഗം ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായി. പിന്നെന്താ വേഗം ഒന്ന് ഉപ്പേരി ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചത്, അതുപോലെ വലിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഉപ്പേരിക്കുള്ളതൊന്ന് ഇതാട്ടോ ഒന്ന് അടുപ്പത്താക്കിയിട്ടുണ്ട്. ആ ചട്ടി നിറച്ചുണ്ടായിരുന്ന ചപ്പാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്ര ഇത്തിരി ആയിട്ടുണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും ചപ്പ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്ത് ഉപ്പേരി ആണെന്നുണ്ടെങ്കിലും തേങ്ങയും പച്ചമുളകും ഒതുക്കി ഇടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എന്ന് പിന്നെ ഞാൻ ഒതുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. പച്ചമുളക് ഞാൻ ചപ്പിൽ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇവർ കുട്ടികൾക്കായാലും മിക്കാക്കായാലും ഉപ്പേരികളിലൊക്കെ തേങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ എന്തായാലും ഉണ്ടായിരുന്നു. ഇതിനായിട്ട് ഞാൻ പൊട്ടിക്കൊന്നുമില്ല കേട്ടോ. തേങ്ങ പൊട്ടിച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് ചിരണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മളെ ഉപ്പേരി അവിടെ എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് വേഗം കയ്യോടെ കറി അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചു കേട്ടോ. ചോറും കറിയും ഉപ്പേരിയും ഒക്കെ അങ്ങോട്ട് ആയാൽ പിന്നെ എല്ലാം വേഗം ഒന്ന് വൃത്തിയാക്കി വേഗം ബാക്കിയുള്ള പണികൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ ചിലപ്പം വൈകുന്നേരം വരെ നമ്മൾ ആ ഒരു നീറ്റായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടൊക്കെ നമുക്ക് ഉള്ളത് വൃത്തിയിൽ തന്നെ കൊണ്ടടക്കൽ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അതേ ശീലം നിച്ചുമോക്കും ഒക്കെ പകർന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളങ്ങനെ ആകുമ്പോൾ നമ്മളെ മക്കളും അതേ രീതിയിൽ അങ്ങനെ ചെയ്ത് അങ്ങോട്ട് പഠിച്ചോളല്ലോ. അവിടെ വലിച്ച് ചെറിയ ഏറ്റിങ്ങൾ വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഓളും ഇന്നെപ്പോലെ വൃത്തിയാക്കി അങ്ങനെ കൊണ്ട് നടന്നോളും. അതുകൊണ്ട് എനിക്ക് വലിയൊരു കുഴപ്പമില്ല കേട്ടോ. നിച്ചും കൂടെ അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ മക്കളാണെങ്കിലും കളിസാനും അതും ഇതൊക്കെ വലിച്ചു വാരി ചിലപ്പോൾ അതിലിടും ചെറുത്. പക്ഷേ അതൊക്കെ ഞാൻ ഒരു കളിച്ച് കഴിഞ്ഞാൽ അത് ഓരെ കൊണ്ട് തന്നെ ഞാൻ എടുത്ത് വെപ്പിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇനിയിപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും കളിച്ച് കഴിഞ്ഞാൽ ഓരെന്നെ താനെ ഓരോ കളിക്കുന്ന ബാസ്ക്കറ്റും കൊട്ടയൊക്കെ ഉണ്ടാവുമല്ലോ കളിസാനൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൽ തന്നെ പെറുക്കിയൊക്കെ എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ആ രീതിയിലുള്ള ശീലങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് ഒന്ന് പറഞ്ഞതാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു രീതിയിൽ അങ്ങനെ കൊണ്ട് നടന്നോളും എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മളെ ചിക്കൻ കറി അവിടെ ആയിട്ടുണ്ട്. ചിക്കൻ കറീൻ്റെയൊക്കെ റെസിപ്പി കാര്യങ്ങളും എപ്പോഴും കാണിക്കണം തന്നെയാണ്. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോയിൽ അങ്ങനെ വെറൈറ്റികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഒരു കാണങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോകാൻ തോന്നി, ഫുഡ് കഴിക്കാൻ തോന്നി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറത്ത് പോകണതും കുറേ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതാക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എടുക്കാനായിട്ട് യാതൊരുവിധ സംവിധാനങ്ങളോ അല്ലെങ്കിൽ വീഡിയോക്കായിട്ട് വേണ്ടിയിട്ട് ഒന്നും ചെയ്യലില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഒന്ന് ക്യാമറ ഓണാക്കുക എടുക്കുക എന്നല്ലാതെ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചെയ്യലില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് നമ്മളെ ചാനലിലേക്ക്
വീഡിയോയിലേക്കും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആദ്യം ഉള്ളവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയും. പക്ഷെ പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്താ പറയുക, കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ആരും ഒന്നും ബോറടിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എല്ലാവരെയും ഒരേ രീതിയിൽ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അങ്ങനെ ഞാൻ കറിയാക്കി, അതേപോലെ തന്നെ വേഗം എല്ലായിടത്തും ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു. വീണ്ടും അടിച്ചൊക്കെ വാരി പാത്രം കഴുകലും തുടക്കലും അതേപോലെ അലക്കിയ തുണികൾ ആറിയിടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആറിയിട്ട് അങ്ങനെ എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തുണിയൊക്കെ ഒന്ന് ആറിയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാട്ടെ നമ്മൾ എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വിളമ്പുകയാണ്. ഞാനും മക്കളും തന്നെയാണുള്ളത്. രാവിലെ പോയാൽ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഉച്ചക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയെ വരുത്തുണ്ടാവലുള്ളൂ. അപ്പോൾ ഞാനും മക്കൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറൊക്കെ ഇതാട്ടോ ഞാൻ വിളമ്പിയും കൊണ്ട് നിൽക്കുകയാണ്. ചില ദിവസമൊക്കെ വേഗം പണികൾ തീരും കേട്ടോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതന്നെ ഇക്കാരം എന്നും എടുക്കുന്നുണ്ടാവുക, പക്ഷേ അത് തീരൂല. എവിടെയെങ്കിലും ഒന്ന് പോകാനൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 9 മണിക്കും 10 മണിക്കാണെങ്കിൽ പോലും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ എവിടെയെങ്കിലും പോവുള്ളൂ. എനിക്ക് എന്നാലേ ഒരു പോകുന്നിടത്ത് ബസ്സിലിരിക്കണമെങ്കിൽ തന്നെ ഒരു സമാധാനം വേണമെങ്കിൽ എല്ലാ പണികളും തീർത്തിട്ട് പോകണം. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ വീടില്ലെങ്കിൽ പിന്നെ ഉണ്ടൊരു ഇളക്കം അങ്ങോട്ട് ഇളകാൻ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലേ, നമ്മൾ ചെയ്ത് വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ വലിച്ച് വാരി ഇട്ടൊക്കെ കാണുമ്പം എന്തോ ഒരു ഇടങ്ങാറല്ലേ അല്ലേ. എന്തായാലും പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ നല്ലൊരു മഴ മൂടലും ചെറിയൊരു മഴച്ചാറലും തണുപ്പും ആ ഒരു രീതിയിലുള്ള ഒരു മൂടി കെട്ടിയൊരു കാലാവസ്ഥ വന്നപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അപ്പോഴൊക്കെയാണ് കേട്ടോ മക്കൾ എന്നോട് പറയും, അമ്മച്ചി എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കി കൊണ്ടാന്ന്. നല്ല ചൂടാകുമ്പോൾ ചൂടുള്ള ആ ഒരു സമയത്താണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കട്ടൻ ചായ തന്നെ വൈകുന്നേരം വെക്കല്ല കേട്ടോ. എല്ലാവരും തണുത്ത വെള്ളവും പച്ചവെള്ളവും അങ്ങനെ കുടിക്കാന്നല്ലാണ്ട്. അപ്പം ഇന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരി ചുട്ടു കൊടുക്കാമെന്ന്. വലിയ കടിമേലേക്കൊന്നും പോകില്ല കേട്ടോ. അതുപോലെ പറയുമ്പോൾ പഴം ഉണ്ടെങ്കിൽ വേഗം കുറച്ച് പഴംപൊരി അങ്ങോട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളിവടയോ പക്കവടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കുള്ളൂ കേട്ടോ. ബാക്കി അല്ലാത്തതൊക്കെ പിന്നെ ആ നോമ്പിന് തന്നെ കാണാൻ കിട്ടുള്ളൂ. ഇതുപോലുള്ള സമയത്തൊക്കെ ഈ ഒരു 2 കടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, എണ്ണക്കടിയായിട്ട്. അപ്പം ഞാൻ ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ നിന്ന് പഴം ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ മിക്സീൻ്റെ ജാറിൽ വേഗം ഒന്ന് മാവൊക്കെ നേരത്തെ ഞാൻ അരച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പഴമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആ 2 പഴം കൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ അത് മതിയല്ലോ. ഇക്ക വരുമ്പോൾ എന്തായാലും രാത്രിയാവും. പിന്നെ ഇനിയിപ്പോൾ രാത്രി വന്നാലും ഇത് കഴിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കും മക്കൾക്കും ഒരു ചായക്കുള്ള കടിക്കുള്ള വകുപ്പുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മുറിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടായി. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ചെറുതാക്കി വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതാട്ടോ ചുട്ടെടുക്കുകയാണ്. നല്ല രസവും ഉണ്ടായിനി കേട്ടോ. അപ്പോൾ 2 രീതിയിൽ ഇതാ പഴംപൊരിയൊക്കെ ചുട്ട് മേശമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയും എടുത്തതാട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ 4 ആളും ഇരുന്ന് ചായ കുടിക്കട്ടെ. എനിക്ക് ഈ ഒരു സമയം ഇതുപോലെ കടിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ചിലപ്പോൾ നോമ്പ് ഓർമ്മാവും കേട്ടോ. എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റും ഒന്ന് വീഡിയോക്ക് താഴെ അറിയിക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും